ഷീറ്റ് ഇടണ്ടാ. എവിടെയൊക്കെ പുലിയുണ്ട്, അതിനെ രാത്രി കാണാൻ പറ്റുമോ നോക്കട്ടെ. നമ്മുടെ ആശാന്റെ വെഡിങ് ആനിവേഴ്സറി ആട്ടോ. ഇന്നലെ അല്ലേ? ഇന്നലെ. എത്രാമത്തെ? നീ ഇതൊന്ന് അരി മഴ വരുന്നതിന് മുമ്പ് നമുക്ക് ഫുഡ് റെഡിയാക്കാം. അപ്പോൾ നമ്മുടെ ബിരിയാണി കഴിഞ്ഞ വട്ടം നമ്മൾ ക്യാമ്പ് ചെയ്യാൻ പോയിട്ട് പുലീൻ്റെ സൗണ്ട് കേട്ടിട്ട് നമ്മൾ ഇറങ്ങിയെന്നില്ലേ മലേൻ്റെ വെള്ളം, അത് കള്ളത്തരാന്ന് പറഞ്ഞിട്ട് കുറേ പേര് കമൻറ്റ് ചെയ്തു. ഇവിടെ തന്നെ വെച്ചാൽ പോരെ? ഇവിടെ തന്നെ വെക്കാം അല്ലേ? ഈ ഷീറ്റ് പറഞ്ഞ വിരിക്കല്ലേ അടിയിൽ? എൻ്റെ ഇവിടെ വേഗം വെക്കും. മഴ പെയ്യുന്നുണ്ട്, നനയാൻ വയ്യ. നനഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് ചീത്ത പറയും. നീ കാരണമാണ് ഇപ്പം ഇത്രയും സമയം പോയത്. ഇങ്ങനത്തെ ഒരു ജെൻ്റെ കൂടിയും മേടിക്കണം. ഇങ്ങനത്തെ ഒരു ജെൻ്റെ കൂടിയും മേടിക്കണം. ഇങ്ങനെ നിർത്തണേ ഓട്ടോമാറ്റിക്കാ. ഇതിൻ്റെ ഉള്ളിൽ കൂടെ കോഴിയിടലൊക്കെ പണിയാണ് അതല്ലേ? മാറ്റോടാ, ഒരു മാറ്റില്ല ഇവിടെ. ആ ഷീറ്റ് ഇടണ്ടാ, നമുക്ക് മഴ നനയണേ. അത് കുറച്ച് കഴിഞ്ഞിടാം. എന്താ മഴ പെയ്യാണെങ്കിൽ നല്ല മഴ പെയ്യുമ്പോടാ ചെറുതായിട്ട് ചാറിനുണ്ട്. കുറച്ച് കഴിഞ്ഞിടാം. ഇതിൻ്റെ ഉള്ളിൽ നനയോ? ഉള്ളു നനയൊന്നുമില്ല. മഴ വലിയ മഴ പെയ്താൽ നനയും. നാപ്പട എന്നാൽ അവിടെ ഇതൊന്നും അങ്ങോട്ട് ഇടും. ഇവിടെ നമുക്ക് ഇരിക്കാലോ. പോരെ? ഇനി എങ്ങനെ പരിപാടി? ആദ്യം നമസ്കാരം പറയണ്ടേ? നീ പറഞ്ഞു. ഇന്നും പറയൂ. എന്നും ഞാനാ പറയില്ല, ഇന്ന് നീ പറയേ. നമ്മൾ കൊല്ലത്തിൽ ഒരിക്കലല്ലേ വരുള്ളൂ. അല്ല പറഞ്ഞു, നിന്നെല്ലാരും ചോദിക്കണ്ടേ? അല്ല ചേച്ചിയൊക്കെ കമന്റ് ചെയ്യുന്നുണ്ട്, നീ എവിടെ. എല്ലാവർക്കും നമസ്കാരം ഉണ്ട് കേട്ടോ. നേരം വഴികി എന്താന്ന് പറയും? നിന്നെ കാത്തുനിന്നിട്ട് ഞാൻ കുറച്ച് പരിപാടിയായിട്ട് ഓരോ വഴിക്ക് ഇങ്ങനെ പോയതുകൊണ്ടേ വന്നപ്പോൾ നേരമായി. അപ്പോൾ നേരം വൈകിയത് ഇവൻ കാരണമാണ്. ഇവനെ കാത്തു നിന്നു കേട്ടോ. ഇവന്ന് കുറച്ചും കൂടി നേരം ആക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു, നടന്നില്ല. നീ മനഃപൂർവ്വം നേരം കളഞ്ഞല്ലേ? അപ്പോൾ എന്തായാലും നമ്മൾ നടന്ന് കുറച്ച് ഒരു ഉള്ളിലോട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് ആ സ്ഥലമൊന്നും കാണാൻ വേണ്ടി അത്ര ഒരു ക്ലിയർ അല്ല. സമയം നേരം വഴുകിപ്പോയി. ഞങ്ങൾ പിടച്ച് കെട്ടിയാണ് വന്നത്, പക്ഷേ സമയം കുറച്ച് പോയി. കുഴപ്പമില്ലല്ലോ അല്ലേ? അപ്പോൾ എന്തായാലും ഇന്ന് നമ്മളിവിടെ സെറ്റാണ്. തീ എത്തിക്കാനുള്ള വിറക് കൊണ്ടുവന്നിക്കണം. ഇല്ല, അതെങ്ങനെയാണല്ലോ. എവിടെ പോയി എടുക്കും? ഒന്ന് പറഞ്ഞ ഒന്ന് വറക്കും. അല്ല, ഇത് എവിടെയെങ്കിലും എടുക്കാന്ന് വിചാരിച്ചടാ. എവിടുന്ന് കൊണ്ടിട്ട് തന്നെ കാട്ടുന്നു. ചെറുതായിട്ട് മഴയും തുള്ളിയുന്നുണ്ട്. നമുക്ക് ബാക്കിയുള്ള പരിപാടി നോക്കിയാലോ? എന്താ നോക്കണേ? ഫുഡിൻ്റെ. ഞാൻ കോട്ട് അടിച്ചു നോക്കട്ടെ.
മഴ പെയ്താൽ പണിയാവോ? മഴ പെയ്താൽ പണിയാവോ? മഴ പെയ്താൽ പണിയാവും. അതിന് കുറച്ച് വെള്ളം ഒഴിക്കോ? ഇന്ന് ആശാന്റെ വക ഒരു സ്പെഷ്യൽ ബിരിയാണിയാണ് ഇപ്പോൾ പറഞ്ഞാൽ മതി. അല്ലേ? ഇപ്പോൾ പറഞ്ഞാൽ മതി. അപ്പൊ വരുമ്പോ ഇതൊന്നല്ലല്ലോ തള്ളിയത്. ഞാൻ ഇന്ന് അടിപൊളിയായിട്ട് ഉണ്ടാക്കും, അപ്പടിയാക്കും ഉപ്പടിയാക്കും പറഞ്ഞിട്ടൊന്നുമില്ല. തള്ളിനൊരു കുറവില്ല അല്ലേ? അത് പണ്ടും അങ്ങനെയല്ലേ. ആശാൻ പണ്ടും തള്ളിനൊരു കുറവില്ല കേട്ടാ. ഈ ഷീറ്റ് ഇരിക്കല്ലോ ഇവിടെ, എന്തിനാ ഇതിൽ വെച്ച് അരിയാനൊക്കെ. കഴിഞ്ഞ ദിവസേ നമ്മളെ വീഡിയോസ് കാണുന്ന ആള് കടയിൽ വന്നു. വരെ അവർക്കൊക്കെ ഇന്നറിയാം, പക്ഷെ എനിക്കറിയില്ല ആരാണ്. നീ ഫേമസ് ആയില്ലേ? നിനക്ക് എത്ര ആരാധകരാണുള്ളത്, എത്ര കമന്റാണ് ഡെയിലി വരുന്നത്, ആശാൻ അവിടെ ആശാൻ അവിടെയെന്ന്. കഴിഞ്ഞ വീഡിയോയ്ക്കും നിന്നെ കൂട്ടി പോകേണ്ടതായിരുന്നു. ഞാൻ ചീനിക്കമ്പൂല നമ്മളെ മറ്റേ സുമതി വളവ് പോലത്തെ സ്ഥലമല്ലേ, പ്രേതം ഉണ്ടെന്ന് പറഞ്ഞേ, അവിടെയാണ് ഞാൻ പോയിരുന്നത്. സുമതി വളവില് അവിടെ ചുണ്ണാമ്പ് പോയിക്കും, രാത്രി പോയിക്കും. ഞാൻ ഇന്നലെ പോയി മിഞ്ഞാന്ന് പോയി ചുണ്ണാമ്പൊക്കെ ചോദിച്ചു അവര്. എന്നിട്ട് എന്നോട് ചോദിച്ചു ആശാനെയും വിളിച്ചോണ്ട് വരാൻ. ചുണ്ണാമ്പിനാ ഞാൻ പറഞ്ഞു ഞാൻ മുറുക്കൂലാന്ന്. അപ്പൊ ആശാനെ കൊണ്ടുവരാൻ മേലായിരുന്നു എന്ന് ചോദിച്ചു എന്നോട്. ഞാൻ മുറുക്കില്ലല്ലോ. ആശാനെ കൊണ്ട് പോയാൽ മതിയായിരുന്നു ശരിക്കും സുമതി വളവില്. ഒരു ചുണ്ണാമ്പ് കണ്ടാ അറിയും മുറുക്കാൻ. അങ്ങനെ നോക്കുമ്പോൾ ചുണ്ണാമ്പ് 2 പാക്കറ്റ് ചുണ്ണാമ്പൊക്കെ എടുത്തിട്ട് പോകും. നീ ഇതൊന്ന് അരിയും, മഴ വരുന്നതിന് മുമ്പ് നമുക്ക് ഫുഡ് റെഡിയാക്കാം. മിന്നൽ പ്രശ്നമാ ഇവിടെ, മിന്നൽ ശരിക്കും കിട്ടും. കടേൻ്റെ അടുത്ത് കിട്ടിയല്ലോ. അതെ, ഒരു കടേൻ്റെ അടുത്തുണ്ട് മൊത്തത്തിൽ പുക അങ്ങനെ വരുന്നു. ഇടിമിന്നൽ വെച്ചിട്ടാ. സൂക്ഷിക്കണടാ. എന്നുവെച്ചാൽ ഇപ്പോൾ നമ്മൾ പോകുന്ന സ്ഥലങ്ങളൊക്കെ ഡേഞ്ചർ സ്ഥലമാവും. ട്രാൻസ്ഫറിൻ്റെ ഉള്ളിൽ നിൽക്കാണ്ട് പുക അങ്ങനെ വരുന്നു. ഇറങ്ങിയിട്ട് ആദ്യം ഒരു വിസിലടിക്കണ്ടേ? അടിക്കണം. നമ്മളന്ന് ഇവിടെ പോയിട്ട് എവിടെ പോയിട്ടായിരുന്നു 4 വിസിലടിച്ചിട്ട് ഇതായത്. ഇത് കുക്കറിലാണ്. എന്നിട്ട് എത്ര വിസിലടിക്കായിരുന്നു? മൊത്തത്തിൽ 4 വിസിൽ മതിടാ. അപ്പം അന്നത്തെ പോലെ ഇതാവൂലേ? ഇല്ല, അല്ല, മൊത്തത്തിൽ 3 വിസിൽ മതി. ഞാൻ യൂട്യൂബിലൊക്കെ നോക്കി പഠിച്ച്, നിൻ്റെ പോലെയല്ല. അപ്പോൾ നമ്മുടെ സവാള ഇന്ന് കുറച്ച് കൂടുതലുണ്ട് കേട്ടോ, സവാളയും തക്കാളിയൊക്കെ. ഇപ്പോൾ യൂട്യൂബിൽ നോക്കി പഠിക്കാമല്ലോ. നമുക്കല്ലേ സബ്സ്ക്രൈബറൊന്നും ഇല്ലാത്തത്. നമ്മുടെ ആശാൻ്റെ സഞ്ചാരം താഹിർ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മുടെ കുറേ പേരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. കുറവാ സബ്സ്ക്രൈബർ, കുറവാ എന്നാൽ പറയാം അവരോട്. സബ്സ്ക്രൈബറൊക്കെ കുറവാണ്, ഇല്ല തീരെ. 950 ഉള്ളൂ. ഇനി ഒന്ന് സെറ്റായിട്ട് വരണം. അതന്നെ. ഞാനെന്നാ സ്റ്റൗവൊക്കെ റെഡി ആക്കട്ടെ. സ്റ്റവ് റെഡിയായി. വെള്ളം കളയണ്ട. രാവിലെ കുറച്ച് കട്ടൻ കാപ്പി വെക്കാനെങ്കിലും വേണം. നിങ്ങളിപ്പോൾ കട്ടൻ കാപ്പി പരിപാടിയൊക്കെ ഉണ്ടോ? പിന്നല്ലേ. അപ്പോൾ അതൊന്നും നിർത്തിയിട്ടില്ലേ? കട്ടൻ കാപ്പി ഇല്ലാണ്ട് ഒരു പരിപാടിയില്ല. കുറച്ച് എണ്ണയുടെ പാത്രവും നെയ്യിൻ്റെ പാത്രമൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് ചൂടാക്കട്ടെ, എന്നാലേ ഇപ്പം ഇതിനകത്തും കിട്ടുള്ളൂ. ഇതിൽ കുറച്ചുള്ളടാ, വെളിച്ചെണ്ണ മേടിക്കാൻ മറന്നുപോയി. നെയ്യ് കുറച്ചുണ്ടാ മതിയില്ലേ? വെക്കട്ടെ. ചോദിക്കാനില്ലല്ലേ? ഇത് കുറച്ചേ ഉള്ളൂ, ഞാൻ മറന്നുപോയിടാ. നെയ്യുണ്ട്. ഇത് നിലക്കട്ടെ. കഴിഞ്ഞോട്ടത്തെ പോലെ ആവോ?
ഏ നോമ്പ് കഴിഞ്ഞ് ഇല്ലല്ല, ഇത് സെറ്റാവും. ഇത് അരി കാണുന്നില്ലല്ലോ, ചിക്കൻ മാത്രമുള്ളല്ലോ. കുഴപ്പമില്ല അല്ലേ? ഉപ്പുണ്ടാവട്ടെ. സെറ്റ്. എന്തായാലും കുക്കർ ഇത് രസം കേട്ടോ കുക്കർ. കുക്കറൊക്കെ നമ്മൾ എന്തൊക്കെ പരിപാടി ഇനി കാണാൻ കിടക്കണം. നമ്മളൊന്നും വിളിക്കൂലല്ലോ. വിളിക്കൂലല്ലോ, അതിന് നിങ്ങൾക്ക് സമയമില്ലല്ലോ. വിളിക്കൂലല്ലോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സമയമില്ലല്ലോ വരാനേ. നമ്മളൊന്ന് വിളിച്ചു കഴിഞ്ഞാൽ വരാൻ സമയമില്ല, കാണാൻ സമയമില്ല, ഒന്നിനും സമയമില്ല. ഇത് എത്ര വിസിലടിക്കേണ്ടി വരും? 3 വിസിലടിക്കാം. കാറ്റ് പ്രശ്നമുണ്ടോ? കാറ്റ് പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. എനിക്കും പഠിക്കണം ഇതേപോലത്തെ ഒരു കുക്കർ. കുക്കറാ? എന്തിനാണ്? നീ എൻ്റെ കൂടെ വാ, നീ ഒറ്റക്ക് പോയാൽ നടക്കുവോ? അതിനെവിടെ സമയം? പിന്നെന്തിനാ കുക്കർ? നിങ്ങൾ ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ എടുക്കില്ലല്ലോ. വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാൻ ഇപ്പോൾ ഫ്ലൈറ്റ് മോഡല്ലേ, അതുപോലെ ആക്കി വെക്കണല്ലേ. മഴ നല്ലോണം ചാറുന്നുണ്ട് കേട്ടോ. എന്ത് എവിടെയൊക്കെ പുലിയുണ്ട്, അതിനെ രാത്രി കാണാൻ പറ്റുമോ നോക്കട്ടെ. ഞാൻ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല. എടാ വിസിലടിക്കാനായി. നീ എവിടെ? ഇതെവിടെ? എന്നാ വാ, ഫസ്റ്റ് വിസിലാട്ടോ. ഇത്ര പെട്ടെന്ന് കണ്ടോ? ഏയ് പുലീനെ കാണാൻ പോയതാവൻ. അതൊക്കെ കിടന്നുറങ്ങിന്ന് തോന്നുന്നുണ്ട്. ഞാൻ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല. മനസ്സിലാ എപ്പോ? അതൊക്കെ കാണാൻ സമയമായിട്ടുള്ളൂ ദാസാ. കുറച്ച് വറകനും കിട്ടിയാണ് തീയുടെ അതിനോട്. വിറകിഞ്ഞിപ്പോൾ ഇവിടുന്ന് കൊണ്ടുവരൂടാ. പക്ഷെ നീ ഒറ്റൊരുത്തം കാരണം നേരം വൈകി പോയത്. ഞാൻ അമ്പലത്തിൽ കണ്ടപ്പോഴല്ലേ, ഇവിടെ ടൗണിൽ നിന്ന് കണ്ടപ്പോഴല്ലേ ഞാൻ ഇവിടെ ഉണ്ടെന്ന് മനസ്സിലായി. നീ ഉണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ നമുക്ക് ഒരുമിച്ച് ചെയ്യാന്ന് തോന്നി. അപ്പൊ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ബത്തേരിയായിരുന്നു. എനിക്കറിയാം, നീ എന്താ സൗണ്ട് ഞാൻ കേട്ടു. എന്നിട്ട് നീ പറഞ്ഞ് ഞാൻ ഇപ്പൊ വരാം, സ്കൂളിന്റെ അവിടെ നിൽക്കുന്നു. ഭയങ്കര തള്ളിന്റെ ആളാ. ഇപ്പൊ അവിടെ സ്കൂളിന്റെ അവിടെ നിൽക്കുന്നു പറഞ്ഞിട്ട് ആള് ബത്തേരിക്ക് പോയിട്ടുണ്ട്. എടാ, ഇതിന്റെ മേളിലൊരു കവർ ഉണ്ടായിരുന്നല്ലോ, അതിവിടെ മനസ്സിലായ? ഇത് തെറിക്കാതിരിക്കാൻ ഒരു അടപ്പ്. അറിയില്ല. അങ്ങനെ ഒരു സാധനം ഉണ്ടാവും, ഒരു കറുപ്പ് ബാഗിലുണ്ടാവും ചിലപ്പോ അല്ലേ. 2 3 വിസിലല്ലേ നമ്മളെ കണക്ക്? 4ാമത്തെ വയസ്സിൽ കഞ്ഞി, 5ാമത്തെ വയസ്സിൽ പായസം. നമുക്ക് എന്താക്കുന്ന അറിയോ? കുറച്ച് പഞ്ചസാര ഇടുക. വേണ്ടപ്പോ 3 വിസിൽ ഓഫാക്കാം. മൂന്നാമത്തെ വിസിലടിച്ചിട്ടേ ശരിക്കും അങ്ങ് ദമ്മാവട്ടെ, ആവി കളയാതെ അല്ലേ. എന്നിട്ട് കുറച്ച് കാപ്പി വെക്കാം. കാപ്പിയൊന്നും വെക്കൊന്നും വേണ്ട. നിനക്ക് വേണ്ട, എനിക്ക് വേണം. എനിക്ക് വേണം. ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു തന്നാൽ മതി. വെള്ളം എവിടെ? അതിനകത്ത് വെച്ചേ. പഞ്ചസാരയൊന്നും ഉണ്ടാവേണ്ടി കേട്ടെ. ഇതെല്ലാം ഉണ്ട്, ഉണ്ടാവേണ്ടി കേട്ടെ. നിനക്ക് വേണ്ട കുറച്ചുകൂടെ കഴിക്കും. ഇതെന്താ 3ാമത്തെ വിസിലടിക്കാത്ത? പുറത്ത് വെച്ചടാ വെള്ളം, അഥവാ മറിഞ്ഞാലോ. ഓക്കെ, ബസ് പോരെ. അയ്യോ, അപ്പോൾ നമ്മുടെ ബിരിയാണി ഇളകുമ്പോഴേ പോകുന്നു. വേറെ ഒഴിവാവണ്ട, അതിൽ കിടന്നോട്ടെ. അപ്പോൾ നമ്മുടെ ബിരിയാണി 3 വിസിലടിച്ചു അല്ലേ. ഇനിയിപ്പോൾ എന്താവും എന്നുള്ളതൊക്കെ പഠിച്ചപ്പോൾ 2 കൂടി അടിച്ചു. നീ എവിടെ പോയി ഇന്നലെ? രാവിലെ ഇറങ്ങിയിട്ട്. എവിടെ പോയി? വേറെ ട്രിപ്പിന് പോയി, ഫാമിലി ട്രിപ്പ്. അതെ, എന്നിട്ടാണ് നീ എവിടെയും പോണില്ല എന്ന് പറഞ്ഞു അല്ലേ. ഫാമിലി ട്രിപ്പൊക്കെ ആയിട്ട് കറങ്ങണതിന് കുഴപ്പമില്ല. വെഡിങ് ആനിവേഴ്സറി അല്ലേ? അത് പറയ്, നമ്മുടെ പ്രേക്ഷകരോട് പറയ്. നീ പറഞ്ഞാൽ മതി. നമ്മളെ ആശാന്റെ എവിടെ ക്യാമറ? ഇതാ
അങ്ങോട്ട് നോക്കി പറയും. വേറെ നമ്മുടെ ആശാന്റെ വെഡിങ് ആനിവേഴ്സറി ആട്ടോ ഇന്നലെ അല്ലേ ഇന്നലെ എത്രാമത്തെ കുറഞ്ഞ വർഷം എത്രയായി 13 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. അപ്പൊ ഇന്നലെ പൊളിച്ചാണല്ലോ അല്ലേ? എന്താ മേടിച്ചേ? എന്ത് മേടിക്കാൻ? എന്താ മേടിച്ചു കൊടുത്തേ വൈഫിന്? ഒന്നും മേടിച്ചൊന്നുമില്ല. ഒന്നും മേടിച്ചു കൊടുത്തില്ലേ? പിന്നെ കറങ്ങാൻ പോയി എന്ന് പറഞ്ഞ് ഫുഡ് അടിക്കാൻ പോയി. ഫുഡ് മാത്രം കഴിച്ചാ? മന്തി വാങ്ങി പിന്നെ നേരെ സിനിമ കണ്ടു പോയി. ശരി. എന്തായാലും ഇന്നലെ പൊളിച്ച് അല്ലേ? പിന്നെ അങ്ങനെ ഡ്രസ്സ് എടുത്തെടുത്തു പരിപാടി. ഓക്കാ നിനക്കെന്താ മേടിച്ചെന്ന്? ചെറിയൊരു ഗിഫ്റ്റ് എനിക്ക്. എന്തേ? ഒരു 15 ഉറുപ്പ്യൻ്റെ ഒരു ഫോണ്. മൊബൈല് ഏതാ? ഇവരെന്തി എടുത്തില്ല, പുറത്തിറക്കാനായിട്ടില്ല. പുതിയതല്ലേ? അപ്പൊ എന്താ ഇറക്കിയാല്? അപ്പൊ കയ്യിലിപ്പോ 2 ഫോൺ ഉണ്ടല്ലോ. അപ്പൊ എന്നാ ഒരു ഫോൺ നിൽക്കണം. നീ എന്താ മേടിച്ചു കൊടുത്ത ഡ്രസ്സാ? ഇന്നലെ വെഡിങ് ഡേ ആയിട്ട് പോയി കറങ്ങി സിനിമയൊക്കെ കണ്ടു. ഏത് സിനിമ കണ്ടേ? ഞാൻ സിനിമ ഇന്റർവ്യൂവിന് ശേഷം ഞാൻ കാണാൻ ഞാൻ കിടന്നിട്ട് ഉറങ്ങി. നീ ഉറങ്ങാൻ പോയല്ലോ തിയേറ്ററിൽ? അല്ല ഞങ്ങൾക്ക് കുറച്ച് ദിവസം കഴിയും പറയാം. നിങ്ങളെ വെഡിങ് അനുസരിച്ച് എന്തെങ്കിലും പരിപാടി? അത് ഭയങ്കര പരിപാടിയാണ്, അത് ഞാൻ ഇപ്പൊ പറയില്ല. വീഡിയോ ഓണല്ലേ? ഇത് ഇറക്കണ്ടേ? തിളച്ച് കുറച്ചേരും തിളച്ചോട്ടല്ലേ? ക്ലാസ് ആയിക്കോളൂ. ഇറക്കല്ലേ? ഇതാ പോണ് വിമാനം നമ്മളെ കൂട്ടാൻ വന്നാ? അല്ലല്ല എടാ മഴ കൂടുവോ? ഇതിറക്കട്ടെ. അപ്പോൾ നമ്മുടെ കാപ്പി റെഡിയായി, നമ്മുടെ ബിരിയാണി റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ആവിയൊക്കെ പോയി ഒന്ന് സെറ്റ് ആവണം, എന്നാലേ അത് വേവുള്ളൂ. പിന്നെ അതിൻ്റെ ഇടയിൽ മഴ നല്ല വരുന്നുണ്ട്. അകത്തിരിക്കണോ പായിടണോ? ഒന്നുകൂടി നോക്കാം അല്ലേ? എന്തായാലും പായിട്ടാലേ കിടക്കാൻ പറ്റുള്ളൂ. എന്താ വെച്ചാൽ രാത്രി മഴ പെയ്യാൻ ചാൻസ് ഉണ്ട് കേട്ടോ. എടാ ഇത് കട്ടൻ ചായ തണുത്തു പോകുമല്ലോ. ഷീറ്റ് ഇട്ടാലോ? ഷീറ്റ് ഇടല്ലേ? ഷീറ്റ് ഇട്ട് ഉള്ളിൽ കയറിയിരിക്കുക. മഴ കഴിഞ്ഞാൽ ചീത്ത അറിയും. മഴ നനഞ്ഞ ചീത്ത പറയോ? ആര്? പെണ്ണുപിള്ള അല്ലേ? എന്നാ അതിട്, അല്ലെങ്കിൽ പണിയാവും. ഇത് പുതിയത് മേടിച്ചാന്ന് തോന്നുന്നുണ്ടല്ലോ. അല്ല ഇത് ഉപയോഗിച്ചിട്ട് ഇതിങ്ങനെ പുതിയതല്ല, ഉപയോഗം കുറവല്ലേ? മഴ വരുമ്പോൾ മാത്രമല്ലേ ഇട്ടുള്ളൂ. ഞാൻ എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കാം. ഇപ്പം തന്നെ കയറി കിടന്നുറങ്ങുമോ? ഇപ്പം തന്നെ കയറി കിടന്നുറങ്ങുമോ? നമ്മളെ ടൈം 3 മണിയാണ് ഉറങ്ങാനോ? 3 മണി 4 മണിയാ. 3 മണി 4 മണി നമ്മളെ ടൈം. 3 മണി വരെ എന്ത് ചെയ്യും? അത് 3 മണിക്കല്ല വരെ വീട്ടിലെത്തില്ല. 4 മണി. കടയിൽ നിന്നല്ലേ? നമ്മളിത്തിന് ഗ്യാസ് പോയോ? ഗ്യാസ് പോയി. നോക്കിയാലോ? വാ സെറ്റായില്ലടാ. ഓ അടിപൊളിയാടാ. കഴിഞ്ഞ വട്ടത്തേക്കാളും നന്നായില്ലേ? ഇറച്ചി മാത്രമേ ആയിപ്പോയിന്നുള്ളൂ, ചോറില്ലല്ലേ? അടിപൊളി. ഇത് നോക്ക് നോക്കി നോക്ക്, നല്ല ടേസ്റ്റ്. ഉണ്ട്, അടിപൊളിയാ. പോടാ സെറ്റായില്ലേ? ടേസ്റ്റ് ഉണ്ടല്ലേ? അപ്പോൾ ഞങ്ങളെ ബിരിയാണി സെറ്റായി. എന്നാ കഴിച്ചാലോ അല്ലേ? അതല്ലേ, നിനക്ക് പിന്നെ കൈ കഴുകൊന്നും വേണ്ടല്ലോ അല്ലേ? കുളിയും നനയൊന്നും ഇല്ലല്ലോ. അടുത്ത വെള്ളിയാഴ്ച വേണം. അടുത്ത വെള്ളിയാഴ്ച ഏതോ സിനിമയിൽ അങ്ങനെ പറയണ്ടല്ലോ. അടുത്ത വെള്ളിയാഴ്ച? അടുത്ത വെള്ളിയാഴ്ച തൊട്ട്. ഞാൻ ഇതൊക്കെ ഇപ്പൊ കയ്യെ കിട്ടല്ലോ ഉള്ളിൽ കയറിയത്. അതിൽ ആ കച്ചറ വന്നപ്പോ. എന്നാ കുഴപ്പമില്ല. ഇതെന്താ ഇവിടെ ഇങ്ങനെ നഞ്ഞ്? അത് വെള്ളം വീണിട്ടുണ്ടോ? ഫസ്റ്റത്തെ ഇതിലിടാ അല്ലേ? ഇതിൽ ചോറില്ലല്ലോടാ. അണ്ടറ അടിയുണ്ട്.
അടിപൊളി ബിരിയാണി അല്ലേ, സെറ്റല്ലേ? ഓ എൻ്റെ കാപ്പിയൊക്കെ ആകെ തണുത്ത്. കാപ്പിയൊന്നും കുടിക്കരുത്. കാപ്പി കുടിക്കരുത്, പിന്നെന്താ കുടിക്കുക? പച്ചവെള്ളം. ആകെ തണുത്ത്. ഇങ്ങനെ ടേസ്റ്റ് ഉണ്ട്. ഉണ്ടോ? നോക്കട്ടെ. സംഭവം സെറ്റായില്ലേ? പറ. എന്തായാലും ഇന്ന് സെറ്റായിട്ടുണ്ട്. 3 ദിവസത്തിൽ ചിക്കനും വന്ന് റൈസും വന്ന് സെറ്റല്ലേ? അടിപൊളി. പക്ഷെ 3 വിസിലേ പാടുള്ളൂ. 4 വിസിലാകുമ്പോൾ ബന്ധു. കഴിക്കെടുത്ത് ഇനി വേണ്ടെന്ന് പറഞ്ഞോണ്ടിരിക്കരുത്, മൊത്തം കഴിച്ചോണേ. ഞാനല്ലേ? മഴ കൂടൂടാ. കൂടുവോ? എന്നാ കഴിക്കി. മതി, ചെറിയ വെള്ളം ഇതുണ്ടേ. ഇല്ലല്ല, വെള്ളം നിറച്ചേട്ടെ. ഇല്ല, എൻ്റെ ചെറിയ വെള്ളമല്ലേ. സാറില്ല, എൻ്റെ പ്രായമില്ലാത്തവർക്ക് ചെറിയ വെള്ളം കഴിച്ചു. നിങ്ങൾക്ക് പ്രായമല്ല, വെറുതെ അറിയില്ല. 27 വയസ്സായിട്ടുള്ളൂ. 13 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. കല്യാണം കഴിഞ്ഞ് പറയണ്ടായിരുന്നു അല്ലേ? അത് വെറുതെ തള്ളിയതല്ലേ. അപ്പൊ അവൻ കല്യാണം കഴിഞ്ഞിട്ടില്ല കേട്ടോ. കാണുന്നവർക്ക് അറിയാം എൻ്റെ കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ല. കഴിച്ചോടാ, നീ എനിക്കിങ്ങനെ ഇട്ട് തരുന്നതിനാ? കടിയിട്ട് പോട്ടെ. ചോറതാ അതിനകത്ത് കുറച്ചുകൂടി. എനിക്ക് മതി. കഴിച്ചോ. ആയിവാ, ഞാനിക്കട്ടെ. അതൊക്കെ പെറുക്കിയെടുക്ക്. ഓ, ഇതാ വെള്ളം. ആ കുക്കറോടെ അതിലും കൂടി ആ വെള്ളം ഒഴിച്ചിട്ടുണ്ടേ. ഞാൻ കഴിക്കോളാം. അതെന്താ? വെള്ളം ഒഴിച്ചിട്ടില്ല, കഴുകി വെക്കണ്ടേ? എന്നാലും നിങ്ങൾക്ക് എടുത്തിട്ട് കൊണ്ടാകാൻ പറ്റുള്ളൂ ഒറ്റക്ക്. എടുത്തിട്ട് നീ ഇല്ലല്ലേ? ഇനിയിപ്പോൾ ഒരു കൊല്ലം കഴിയണ്ടേ നീ പറഞ്ഞെങ്കിൽ? നിന്നെ പെട്ടെന്നൊന്നും കിട്ടൂല അല്ലേ? അങ്ങനെയൊന്നും കിട്ടൂല, കുറച്ച് ഡിമാൻഡാണ്. അടുത്ത മാസം തന്നെ ഈ മാസം ബുക്ക് ചെയ്യണം. വരുമോ വെച്ചിട്ട് അടുത്ത മാസം. എന്നാ അടുത്ത മാസം വാ. കുഴപ്പമില്ലല്ലോ. ഉള്ളിൽ നഞ്ഞില്ലേ? ശകലം. ഇവിടുന്ന് വെള്ളം വറ്റിയതാ. അത് കമ്പ് എന്തെങ്കിലും അല്ല, അത് വേണ്ട. നമുക്ക് കിടക്കാൻ നേരത്തെ ഇത് ഇങ്ങനെ വലിച്ചിടാം, മൂടിയിടാം. ഇല്ല, അങ്ങോട്ട് കുറേ ഉണ്ടല്ലോ. പാത്രമൊക്കെ ഇവിടെ നോട്ടല്ല, രാവിലെ എടുത്ത് വെച്ചാൽ പോരെ. അത് ആകെ വെള്ളമാവും. ഞാൻ അതൊക്കെ വിരിക്കട്ടെ. അപ്പോൾ ഇതൊക്കെ ഒരു മിനിറ്റ്, എൻ്റെ ഇവിടെ നിന്ന് താഴട്ടോ. അതിൻ്റെ ഷൂവിനകത്ത് നിറച്ച് മണ്ണ. നടക്ക് കഴുകാൻ ഒരു ലൈറ്റ് എടുക്കാം അല്ലേ? നോക്കിപ്പോട്ടോ, വലിയ കുഴിയാണേ. എടാ മീൻ, എന്തൊരു മീനാ. എന്തിന് മീനല്ലേ? ചെമ്മീൻ്റെ കുട്ടികൾ. ചെമ്മീനാ ഇതാ. ഇതിലെങ്ങനെ അതൊക്കെ വരുന്നത്? ഈ ചെമ്മീൻ കുട്ടികളൊക്കെ എങ്ങനെ വന്നത്? കേറില്ല.
ബാ. ഈ സൈഡും കുറച്ച് നനയ്ക്കണതോ. എൻ്റെ അമ്മോ, കുഴപ്പമില്ലല്ലോ, മഴ പോയില്ലേ? എന്താ ആലോചിച്ചിരിക്കുന്നത്? കൊറേ ആയിട്ട് നമ്മളിങ്ങനെ ചെയ്തിട്ട്. കഴിഞ്ഞ വട്ടം നമ്മൾ ക്യാമ്പ് ചെയ്യാൻ പോയിട്ട് പുലീൻ്റെ സൗണ്ട് കേട്ടിട്ട് നമ്മൾ ഇറങ്ങി നിന്നില്ലേ മലേനെ വെറുതെ, അത് കള്ളത്തരാന്ന് പറഞ്ഞിട്ട് കുറേ പേര് കമൻറ്റ് ചെയ്തു. നമ്മൾ കേട്ട സൗണ്ട് അല്ലേ? അതെ. അപ്പോൾ ഞങ്ങളന്ന് ശരിക്കും ഞാൻ പുലീൻ്റെ സൗണ്ട് കേട്ടു എന്ന് പറഞ്ഞിട്ട് നമ്മൾ 1-2 സുഹൃത്തുക്കൾ ഞാൻ കള്ളം പറയാന്ന് പറഞ്ഞു. എനിക്കത് ഭയങ്കര വിഷമമായി. ശരിക്കും അത് ഉള്ളതാണ്. പിന്നെന്ന് പറഞ്ഞാല് ഈ എന്തെങ്കിലും ഒരു നിവൃത്തി ഉണ്ടെങ്കിൽ നമ്മളവിടെ കിടന്നേനല്ലേ. പക്ഷേ കാട്ടുപന്നി എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ട്. പിന്നെ അതിലെ എടക്കൽ ഗുഹേൻ്റെ വേറെ ചെരുവ് ഫുൾ ഫോറസ്റ്റ് തന്നെയാണ്. അത് ഭയങ്കര ഫോറസ്റ്റാണ്. പക്ഷെ അതിൻ്റെ മേലോട്ട് നമ്മളന്ന് കഴിഞ്ഞ ഒരു വട്ടം ഒരു ദിവസം മഞ്ഞുമലയൊക്കെ കാണിച്ചിട്ട് ടോപ്പിൽ കയറിയിരുന്നു. അത്രയും വലിയ ഫോറസ്റ്റ് ആണത്. പക്ഷെ ശരിക്കും ഈ സൗണ്ട് ഉണ്ടായിട്ടാണ് അന്ന് ഇറങ്ങി വന്നത്. ശരിക്കും അവിടെ നിൽക്കണം എന്നെ എല്ലാം ഇതാക്കിയിട്ടാ പോയെ. പക്ഷെ ഈ ഇറങ്ങി വരാൻ പാടില്ല, അത്രയും റിസ്ക് എടുത്തിട്ടാണ് ഇറങ്ങി വന്നത്. അപ്പൊ അത് സത്യം തന്നെയാണ് കേട്ടാ. ഞാൻ കമന്റ് ചെയ്തിട്ട് കുറെ പേര് കള്ളത്തരാന്ന് പറഞ്ഞു. പക്ഷെ നമ്മളന്ന് അങ്ങനെ കേട്ടോണ്ടല്ലേ പിന്നെ അന്ന് ഇറങ്ങിപ്പോ. സാറില്ല, അതൊക്കെ ഉണ്ടാവൂലേ, വീഡിയോ അല്ലേ. പിന്നെ അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ വിശേഷം അല്ലേ. ഇവന്റെ ചാനലിന്റെ പേര് സഞ്ചാരം താഹിർ എന്നാണ്. ചെറിയ ചാനലാണ്. അപ്പൊ അതെല്ലാരും സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ സപ്പോർട്ട് ചെയ്യട്ടോ. എല്ലാരും ഒരു കമന്റ് ചെയ്യട്ടോ അവന്റെ വീഡിയോക്ക്. അപ്പൊ ഒരു സന്തോഷമല്ലേ. പിന്നെ നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്ത കേട്ടോ. ഇനി 1000 തേക്കാനൊക്കെ പറ്റുള്ളൂ. 1000 സബ്സ്ക്രൈബർ ആയിട്ടില്ല. 1000 സബ്സ്ക്രൈബർ ആവും വേണം. പിന്നെ ഇവനൊന്ന് പൊക്കി കൊണ്ടുവരണം അല്ലേ. ചെറിയ നമ്മൾ പിന്നെ ഈ കടയൊക്കെ പോകുമ്പോഴേ അപ്പൊ എടുക്കണ ചെറിയ ചെറിയ വീഡിയോസുകൾ മതി. എന്നാലും സെറ്റാക്കി കൊണ്ടുവരണം. ഇനി എന്നാ നീ വരിക? ഇനി എപ്പോഴാന്ന് ഒരു ഐഡിയ ഇല്ല. എന്തായാലും വല്ലപ്പോഴും ഒക്കെയാണ് അവനെ കിട്ടുക. അപ്പൊ എന്തായാലും കിട്ടുമ്പോ ഞാൻ ഇതേപോലെ കൊണ്ടുവരും. അപ്പൊ രണ്ടാളെയും എല്ലാരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതെ. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അത് പറയും. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക അല്ലേ. 1,00,000 സബ്സ്ക്രൈബർ ആയിട്ടില്ല. 1,00,000 സബ്സ്ക്രൈബർ ആക്കണം എങ്ങനെയല്ലോ അല്ലേ. എന്നിട്ട് നമുക്കൊരു ഗീവ് അവേ പോലെയൊക്കെ ചെയ്യണം. ആഗ്രഹമാണ്. നമ്മളെന്തായാലും ഇനി പിടിച്ച് കയറണം എന്നുള്ളൊരു ഒറ്റൊരു വാശിയിൽ നിൽക്കുകയാണ്. പിന്നെ നമ്മളെ തള്ളി പറയുന്നവരും നമ്മളെ ഈ കുറച്ച് പറയുന്നവരും കുറ്റം പറയുന്നവരൊക്കെ ഒരുപാടുണ്ട് നമ്മുടെ നാട്ടിലും. നമ്മുടെ ഈ നാട്ടിലും നമ്മുടെ ഈ ചുറ്റുവട്ടത്തൊക്കെ നല്ലത് പറയുന്നവരും ഒരുപാട് പേരുണ്ട് കേട്ടോ. അപ്പോൾ അവരെയൊക്കെ മുമ്പിൽ എനിക്കൊന്ന് പിടിച്ച് കയറണം എന്നൊരു വാശിയാണ്. എന്തായാലും പിടിച്ച് കയറും. നിങ്ങളെ സപ്പോർട്ട് വേണം അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ അവസ്ഥ അല്ലേ. വേറെ ഒന്നുമില്ലല്ലോ. ഇനി എന്തായാലും കമന്റ് ചെയ്യട്ടോ. നിങ്ങളെ മനസ്സിൽ എന്തെല്ലാം വെച്ചിട്ട് കമന്റ് ചെയ്യട്ടോ. അതെ, നിങ്ങളെ മനസ്സിൽ എന്തുണ്ടെങ്കിലും കമന്റ് ചെയ്യട്ടാ അല്ലേ. അങ്ങനെ ഇപ്പം നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും വണക്കം. 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 ഇനിയിപ്പോ എന്താണ് തമിഴ്നാട്ടിൽ എന്താ കഴിഞ്ഞ് വണക്കം. അല്ല ദീപാവലി. ദീപാവലി ഹാപ്പി ദീപാവലി അറിയും. എല്ലാവർക്കും ഹാപ്പി ദീപാവലി അറിയും. വേണ്ട, എനിക്ക് തെറ്റിപ്പോകും. വേണ്ട, ദീപാവലി എന്ന് പറയും. ദീപാവലി ഹാപ്പി. ഹാപ്പി ദീപാവലി എന്ന് പറയും. ഒന്ന് പറഞ്ഞു നോക്കി. ഞാൻ പറഞ്ഞു ആദ്യം ഹാപ്പി പറയും. ഒന്ന് പറയും. ഇല്ലില്ല, നമുക്ക് രണ്ടാം കൂടി ഇങ്ങനെ തംസപ്പ് കൊടുത്തിട്ട് പറഞ്ഞു ഹാപ്പി ദീപാവലി. ഹായ് വാ സെറ്റ്. ദീപാവലി എല്ലാവരും വിചാരിക്കും ദീപാവലി ഒക്കെ കഴിഞ്ഞിട്ടാണ് പറയുന്നത്. സാറില്ല, അതെടുത്ത് നോക്കാലടാ. ഒരു ലൈറ്റ് പോരെ. അപ്പൊ ഓക്കെ, ഗുഡ് നൈറ്റ് അല്ലേ. ഗുഡ് നൈറ്റ്. ഇത് മാത്രം അടച്ചിട്ടാ പറടാ, അല്ലെ ഈച്ച കയറും. ഈച്ചപ്പോ തന്നെ നടന്നിക്കണേ. കിടത്തൂടെ, കുഴപ്പമില്ലല്ലോ. ആ കോട്ടെടുത്ത് തലക്കച്ചോ. ആ ഈ ലൈറ്റ് ഓഫ് ആക്കാം അല്ലേ. നമ്മൾ മേളിലൊരു ലൈറ്റ് ഉണ്ടല്ലോ, പോരെ.